എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാറയെ കാണിക്കാണ്. അവന്റെ മൂന്നാമത്തെ ടൈലും അതും ഇപ്പൊ പതിയെ പുറത്തേക്ക് വരും. അവൻ മുഴുവനായിട്ടും ഇപ്പൊ ഒരു മിനി നയൻ ടൈൽ ഫോക്സിനെ പോലെ ആയിത്തീരും. കുട്ടപ്പൻ അത് കണ്ട് അലറും. നോ സാറ, നീ കൺട്രോൾ ചെയ്യ്, എങ്ങനെയെങ്കിലും നയൻ ടൈൽ ഫോക്സിനെ നീ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ അലറിക്കാറും. കുട്ടപ്പൻ അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓട്ടിയെടുക്കുമ്പോ സോറയാവട്ടെ അവൻ കുട്ടപ്പൻ വരെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് തൊട്ടടുത്തെത്തുമ്പോ അവന്റെ മോൺസ്റ്റർ കൈവച്ച് കുട്ടപ്പന്റെ തലക്കിട്ട് ആഞ്ഞൊരടി. ആ ഒരു അടിയില് കുട്ടപ്പൻ കറങ്ങി അടിച്ച് ഇപ്പൊ തെറിച്ചു പോയി വീഴും. അത് കണ്ട് യാമുട്ടോ സെൻസായി ഇപ്പൊ കുട്ടപ്പനോട് ചൂടാവും. നീ എന്തിനാ അവന്റെ അടുത്തേക്ക് പോയത്? അവനിപ്പോ സാറയല്ല, ആ ഒരു നയൻ ടൈൽ ഫോക്സ് ആണ്. അതിന് കുട്ടപ്പൻ, നീ ഒരിക്കലും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. ആക്ച്വലി എന്നെ അറ്റാക്ക് ചെയ്തത് അത് സോറയല്ല, അവന്റെ ഉള്ളിലെ ആ ഒരു നയൻ ടൈൽ ഫോക്സ് ആണ്. നയൻ ടൈൽ ഫോക്സിന്റെ ഉള്ളില് ഇപ്പൊ മയങ്ങിക്കിടക്കുന്ന സോറയെ എനിക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ ഇനിയും ശ്രമിക്കുന്നു പറഞ്ഞ് കുട്ടപ്പൻ വീണ്ടും അവന്റെ അടുത്തേക്ക് പോകും. അപ്പൊ വില്ലൻ പറയും, ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, അവന്റെ ഫുൾ പവറും ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അതിന് ആസ്മ മാസ്റ്റർ പറയും, നീ യഥാർത്ഥത്തില് വെറും ഒരു വിഡ്ഢിയാണ്. അപ്പൊ യാമുട്ടോ സെൻസായിക്ക് മനസ്സിലാവും, ഇനിയും കുട്ടപ്പൻ അവന്റെ അടുത്തേക്ക് പോയാ അത് വലിയ ആപത്താണ്. യാമുട്ടോ സെൻസായി ഓട്ടനെ ഇപ്പൊ വുഡൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് സോറെ അവിടെ തന്നെ ഇപ്പൊ ലോക്ക് ചെയ്തിടും. പക്ഷെ ആ ഒരു വുഡൻ സെല്ലും അവൻ തല്ലി തകർക്കുമ്പോ ഷിക്കമൊരു വീണ്ടും അവന്റെ ഷാഡോ ക്ലൗൺ വെച്ച് അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ പിന്നാലെ തന്നെ ചോച്ചിയും അവന്റെ കൈ കൊണ്ട് അവനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമെങ്കിലും പക്ഷെ സാറ ചോച്ചിയുടെ കൈ പിടിച്ച് ഇപ്പൊ കറക്കി നിലത്തടിക്കും. ഇവിടെ അസുമ ഇപ്പൊ മെയിൻ വില്ലനെ നേരിടാനായിട്ട് അവന്റെ അടുത്തേക്ക് പോകുമ്പോ വില്ലൻ അവന്റെ നിഞ്ച ടൂൾ എടുത്ത് ഇപ്പൊ അസുമയ്ക്ക് നേരെ നീട്ടും. അതിന് അസുമ അവന്റെ നിഞ്ച ടൂൾ എടുത്ത് ആ ഒരു വെപ്പൻ അത് രണ്ടായിട്ട് മുറിച്ചു കളയും. വില്ലന് കലി കയറി, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവന്റെ മറ്റൊരു നിഞ്ച ടൂൾ എടുത്ത് അവൻ കയ്യിലിട്ട് റെഡിയായിട്ട് നിൽക്കും. സാറ കുട്ടപ്പനെ ഇടിച്ചു തെറിപ്പിച്ചത് കാണുമ്പോ ഇപ്പൊ ലീ ആവട്ടെ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അതിന് സാറ കത്തിയെടുത്ത് ഇപ്പൊ ലീയെ വെട്ടും. അത് കണ്ട് ടെൻഷനായിട്ട് കിബ ഓടിയെത്തുമ്പോ സാറ കിബയും ബ്ലോക്ക് ചെയ്ത് അവനെ ദൂരത്തേക്ക് വലിച്ചെറിയും. ഇവിടെ വില്ലൻ പറയും, ഞാൻ ലാൻഡ് ഓഫ് ഫയറിന് വേണ്ടി എന്റെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ്. ഇവിടെ വില്ലനും അസുമ സെൻസായും പരസ്പരം 100 പറഞ്ഞ് 50 പറഞ്ഞ് ഇപ്പൊ പൊരിഞ്ഞാടി. വില്ലൻ പറയും, ഞങ്ങളുടെ ഫയർ വില്ലേജ് അതിനെ ഉയർത്തിക്കൊണ്ട് വരാനാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് സാറയുടെ ബോഡിയില് ഇത്രയും കാലവും വളർത്തിയെടുത്തത്. ആസുമ സെൻസായിക്ക് കലി കയറി ഇപ്പൊ വില്ലനെ ചാട്ടി വന്ന് അങ്ങനെ കറങ്ങി അടിക്കുകയാണ്. ഇവിടെ സാറയ്ക്കാവട്ടെ അവന് പെയിൻ സഹിക്കാൻ വയ്യാതെ അവന് പലരിക്കരയും. യാമുട്ടോ സെൻസായി വിടില്ല. ആള് വീണ്ടും ഇപ്പൊ വുഡ് ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവനെ ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ സാറയ്ക്ക് അവനിപ്പോ മോൺസ്റ്ററിന്റെ പവറാണ്. അവനത് ഞൊടിയിടയില് വീണ്ടും തല്ലി പൊട്ടിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഇനോയും സാക്കുറ ആവട്ടെ അടിയിട്ടി വീഴുന്നവർക്ക് എല്ലാവർക്കും ഇപ്പൊ മെഡിക്കൽ അസിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അടുത്തതായിട്ട് ഇപ്പൊ കിബയും ചോച്ചിയും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. രണ്ടുപേരും രണ്ട് ദശയിൽ നിന്ന് ഇപ്പൊ സാറയായിട്ട് ഫൈറ്റ് ഇടുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇപ്പൊ സാറെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവനിപ്പോ സാറയല്ല, ആ നയൻ ടൈൽ ഫോക്സ് ആണ്. അവനൊന്നും നോക്കില്ല. അവൻ വീണ്ടും ഇപ്പൊ കുട്ടപ്പനെ ദൂരത്തേക്ക് വലിച്ചെറിയും. പക്ഷെ കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് സാറെ അങ്ങനെ തന്നെ വളഞ്ഞു കെട്ടിപ്പിടിക്കും. അതുകൊണ്ട് എല്ലാവരും വണ്ടറടിച്ച് നിൽക്കുമ്പോ ഇവിടെ സാറെ ആവട്ടെ അവൻ ഞൊടിയിടയില് എല്ലാ കുട്ടപ്പന്മാരെയും ഇപ്പൊ കറക്കിയെടുത്ത് ദൂരേക്കെറിയും. പക്ഷെ എന്താ, റിയൽ കുട്ടപ്പൻ അവൻ ഇപ്പോഴും സോറയെ പിടിവിടാതെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ സോറയെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പതിയെ അവന്റെ ഉള്ളില് സാറ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത്. നറൂട്ടോ അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കും. പക്ഷെ അവന്റെ കൈ അത് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാമുട്ടോ സെൻസായി നിലവിളിച്ചു പറയും, കുട്ടപ്പ അവനെ വിട്ടു മാറ്, അല്ലെങ്കിൽ നിന്റെ ജീവന് തന്നെ അപകടം ഉണ്ടാവും. പക്ഷെ കുട്ടപ്പനാവട്ടെ അവൻ വിടാതെ ഇപ്പൊ സാറെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാറ, നീ ട്രൈ ചെയ്, എങ്ങനെയെങ്കിലും നിന്റെ കൺട്രോൾ തിരികെ കൊണ്ടുപോവാ. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ പതിയെ ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് നറൂട്ടോയുടെ ബോഡിയിലേക്ക് അങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങും. മാത്രമല്ല പെട്ടെന്ന് തന്നെ നയൻ ടൈൽ ഫോക്സിന്റെ ഒരു വാലും നറൂട്ടോയ്ക്ക് മുളച്ചു വരും. യാമുട്ടോ സെൻസായിക്ക് മനസ്സിലാവും, ഇങ്ങനെ മുൻപോട്ട് പോയാ നറൂട്ടോ കുട്ടപ്പനെയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സെൻസായി ചക്ര ത്രെഡ് എടുത്ത് ഇപ്പൊ കുട്ടപ്പന്റെ പവർ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇടയിൽ വെച്ച് അത് ബ്രേക്ക് ആയി പോകും. ഇവിടെ നറൂട്ടോ കുട്ടപ്പനും ഇപ്പൊ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
അവന്റെ പല്ലൊക്കെ ആ ഒരു നയൻ ടെയിൽ ഫോക്സിന്റേത് പോലെ ആവുമ്പോ ഇവിടെ അസുമ സെൻസായി ആവട്ടെ ആളും ഇപ്പൊ നറൂട്ടോ കുട്ടപ്പനെ കണ്ട് ഞെട്ടും. ഇവിടെ വില്ലൻ പറയും ഇത് സംഭവിക്കുമെന്ന് ഓൾറെഡി എനിക്കറിയാമായിരുന്നു. ഫൂക്ക ഈ കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. സോറയുടെ ശരീരത്തിലുള്ള അതേ പവർ തന്നെയാണ് നറൂട്ടോയുടെ ബോഡിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സോറയുടെ പവർ പുറത്തു വന്നാ അത് കുട്ടപ്പനുമായിട്ട് കണക്ട് ആവാം. കട്ട് ചെയ്താ അപ്പൊ വില്ലൻ പറയും ഈ രണ്ട് മോൺസ്റ്റേഴ്സും ചേർന്ന തീർച്ചയായിട്ടും ലീഫ് വില്ലേജിന്റെ കാര്യത്തില് ഒരു തീരുമാനാവും. അപ്പോഴേക്കും കുട്ടപ്പന്റെ ഉള്ളിലെ മോൺസ്റ്റർ അത് പതിയെ കണ്ണു തുറക്കും. ഇവിടെ സോറയുടെ ഫോർത്ത് ടൈലും പുറത്തേക്ക് വരുമ്പോ അവന്റെ സ്കിന്ന് മുഴുവൻ ഇപ്പൊ കത്തി കരിയാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയില് അവൻ കുട്ടപ്പനെ പിടിച്ചു വലിച്ച് ഇപ്പൊ കഴുത്തിൽ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ എങ്ങനെയെങ്കിലും സോറയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അത് കഴിയില്ല. പക്ഷെ കുട്ടപ്പന് അവന്റെ 3 ടൈലും മാത്രമേ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളൂ. അവൻ കുട്ടപ്പനെ കറക്കി നിലത്തടിക്കുമ്പോ ഇവിടെ വില്ലൻ വിളിച്ചു പോവും, സാറാ നീ ലാൻഡ് ഓഫ് ഫയറിന്റെ മകനാണ്. സ്വന്തം വില്ലേജിന് വേണ്ടി ഈ ഒരു ലീഫ് വില്ലേജ് അത് തല്ലി തകർക്ക്. അപ്പൊ നറൂട്ടോയുടെ ഫോർത്ത് ടൈലും പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോ കുട്ടപ്പൻ പറയും അയ്യോ ഇല്ലില്ല എനിക്കിപ്പോ നിന്റെ സഹായം വേണ്ട, ദയവ് ചെയ്ത് എന്റെ ബോഡി നീ കൺട്രോൾ ചെയ്യരുത്. അങ്ങനെ കൺട്രോൾ ചെയ്താ അത് വലിയ കുഴപ്പമാണ്. കുട്ടപ്പൻ യാമുട്ടോ സെൻസായോട് വിളിച്ചു പോവും എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ എന്റെ കൺട്രോളും ഇപ്പൊ നഷ്ടപ്പെടും. യാമുട്ടോ സെൻസായി പറയും എന്റെ കയ്യിൽ ചക്ര പവർ ഇല്ല, ഇനി അവനെ മെന്റൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് മാത്രമേ കീഴ്പ്പെടുത്താൻ കഴിയൂ. ഇവിടെ നയൻ ടൈൽ ഫോക്സ് ഇപ്പൊ കുട്ടപ്പനോട് പറയും നിന്റെ ഫോർത്ത് ടൈല് ഞാൻ പുറത്തിറക്കാണ്, അവൻ എന്റെ കയ്യിൽ വിട്, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോ അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല, മര്യാദയ്ക്ക് നീ തിരിച്ചു പോ. അതേസമയം ഇപ്പൊ കുട്ടപ്പൻ സോറയോടും പറയും സോറ നീ ടെൻഷൻ ആവണ്ട, നിന്നെ എങ്ങനെയെങ്കിലും ഞാൻ തിരികെ കൊണ്ടുവരുന്നു പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇൻസൈഡുള്ള സോറയെ അവൻ വിളിച്ചുണർത്താണ്. സോറ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ പതിയെ പതിയെ സോറയുടെ പുറത്തേക്ക് വന്ന ഓരോരോ വാലുകളായിട്ട് ഇപ്പൊ പതിയെ നശിക്കാൻ തുടങ്ങും. സോറ പതിയെ പതിയെ ഇപ്പൊ നോർമൽ ആവാൻ തുടങ്ങും. അത് കണ്ട് സാക്കുറയും യാമുട്ടോ സെൻസായും ഷോക്കായിട്ട് അവരെ തന്നെ നോക്കി നിൽക്കും. പക്ഷെ കുട്ടപ്പന് ഇപ്പൊ ഓൾറെഡി ഒരുപാട് പരിക്കുകൾ പറ്റിയിരിക്കുകയാണ്. നയൻ ടൈലിന്റെ പവറില് അവന്റെ സ്കിന്ന് തന്നെ ഇപ്പൊ കത്തി കരിഞ്ഞിരിക്കുകയാണ്. കുട്ടപ്പൻ അവന്റെ വേദനകളൊക്കെ തന്നെ ഇപ്പൊ കടിച്ചമർത്തി സാറ് എങ്ങനെയെങ്കിലും നോർമൽ ആക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സോറയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ കുട്ടപ്പൻ പതിയെ കടന്നു എന്ന് അവന്റെ പേര് വിളിക്കും. സോറ കണ്ണു തുറന്ന് ഇപ്പൊ ചുറ്റും നോക്കുമ്പോ അവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ട് കാണും. എനിക്ക് എന്തു പറ്റി, ഞാനിങ്ങനെ ഇവിടെ ഒറ്റപ്പെട്ടു പോയെന്ന് പറഞ്ഞ് സോറയാവട്ടെ ഇപ്പൊ കരയാൻ തുടങ്ങും. സോറ പതിയെ എഴുന്നേറ്റ് ഇപ്പൊ മുൻപോട്ട് നടക്കുമ്പോ അമ്പലത്തിൽ കണ്ട ഒരുപാട് പേരെ അവൻ അവിടെ കാണും. അവരെല്ലാവരും അവനൊരു മോൺസ്റ്ററിനെ പോലെ നോക്കുമ്പോ അവന്റെ വിഷമം അത് ഇരട്ടിയാവും. എന്നെ ആർക്കും ഇഷ്ടമല്ല, ആർക്കും എന്നെ വേണ്ട, എനിക്ക് കിട്ടിയത് ഒരു നശിച്ച ജന്മമാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. അപ്പൊ വീണ്ടും അവൻ നറൂട്ടോയുടെ ശബ്ദം കേൾക്കുമ്പോ അവിടേക്ക് വലിയൊരു വെളിച്ചം വരുന്നതായിട്ട് അവൻ കാണും. അപ്പൊ പുറത്ത് ഇപ്പൊ സോറ അവൻ ആ നയൻ ടൈൽ ഫോക്സിന്റെ പവറില് അലറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതാണോ യഥാർത്ഥ നയൻ ടൈൽ ഫോക്സിന്റെ രൂപം? കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ സോറയോട് പറയും ഇത് ഞാനാണ് നിന്റെ കുട്ടപ്പൻ, നിന്നെ പോലെ തന്നെ ഞാനും ഇതേ ദുഃഖം അനുഭവിക്കുന്നവനാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. അപ്പൊ അതേ സമയത്ത് സോറോ അവൻ തല ഉയർത്തി ഇപ്പൊ കുട്ടപ്പനെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.